أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت خيلتي أدركني يا رسول الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാഹ് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, കണ്ണൂരിൽ നിന്ന് സഹോദരി വിളിച്ചിട്ട് ആ സഹോദരൻ മരുമകന് ട്യൂമറിൻ്റെ അസുഖമുണ്ട്, അതിന് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, രണ്ടാമത്തെ ഓപ്പറേഷൻ കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ആ സഹോദരൻ്റെ രോഗങ്ങൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. മഹാന്മാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, തിരുപ്പരഞ്ചി ഉസ്താദിൻ്റെ ബർക്കത്ത് കൊണ്ട്, അതുപോലെ നമ്മൾ വിളിക്കുന്നൊക്കെ മഹാന്മാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ആ സഹോദരൻ്റെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ ഖുർആനിലെ ഹൃദയമെന്നറിയപ്പെടുന്ന ഒരു സൂറത്താണ് യാസീൻ. യാസീൻ സൂറത്തിൽ ഒരു ആയത്തുണ്ട്, 58-ാമത്തെ ഒരു ആയത്ത്. ആ ആയത്തിൻ്റെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമ്മൾ അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവിനോട് ചോദിക്കുന്ന ഏതൊരു കാര്യവും നിറവേറാൻ ഉത്തമമാണ് ഈ ആയത്ത്. ഇത് ചൊല്ലിയാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏതാണ് ആ ആയത്ത്? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ 58-ാമത്തെ ആയത്ത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇത് 129 തവണ ആരുമില്ലാത്ത സ്ഥലത്തു നിന്ന് നല്ല മനസ്സോടെ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അവൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് 129 തവണ ആത്മാർത്ഥമായി ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഇതിന് ഉത്തരം ലഭിക്കുമെന്ന്, അവൻ്റെ മുറാദുകൾ, ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കപ്പെടുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു തആല ഇത് ചൊല്ലുവാനും നമ്മുടെ ഉദ്ദേശങ്ങൾ, മുറാദുകൾ പൂർത്തിയാകുവാനും
അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത് ഞാൻ അതുപോലെ എനിക്കും നിങ്ങൾക്കും ഇത് ജീവിതത്തിൽ പകർത്താൻ ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അള്ളാഹു സ്വാലിഹത്തായ അഅ്മാലുകളുടെ കൂട്ടത്തിൽ ചേർത്തി തരുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.